മാധ്യമക്കണ്ണുകൾ അറിഞ്ഞോ അറിയാതെയോ എത്തിപ്പെടാതെ പോയ മനസ്സാക്ഷിയെ നടുക്കുന്ന ചില ദൃശ്യങ്ങളിലേക്ക്. കടുനയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ ജോസ് സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ ജോൺ അരമിനെ തട്ടിക്കൊണ്ടുപോയ ആയുധധാരികൾ. ജോണിനെ അടിച്ചവശനാക്കുന്ന, അസ്വസ്ഥത ഉളവാക്കുന്ന ഒരു വീഡിയോ ജോണിന്റെ തന്നെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് സ്കൂളിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചാറ്റിലേക്ക് അയച്ച ദൃശ്യങ്ങളാണ് അവയിലൊന്ന്. നൈജീരിയയിലെ ശരാശരി ക്രൈസ്തവർ നേരിടുന്ന യാഥാർത്ഥ്യം എന്ന തലക്കെട്ടോടെ പാസ്റ്റർ എസെക്കിയേൽ ഡക്കോമോ ആണ് വീഡിയോ പുറത്തുവിട്ടത്. പാറപ്രദേശത്ത് മുട്ടുകുത്തി നിർത്തിച്ച് രണ്ടുപേർ മാറി മാറി അടിച്ചവശനാക്കി ജോൺ വീണു പോകുന്നതും കരഞ്ഞപേക്ഷിക്കുന്നതും വീഡിയോയിൽ ദൃശ്യമാണ്. ശേഷം ആയുധധാരികൾ തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. $22,000 മോചനദ്രവ്യമായി ആവശ്യപ്പെടുന്നത്. അതേസമയം ജോണിന്റെ വീട്ടിലെ ദയനീയ സാഹചര്യങ്ങളുടെയും ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ഭീതിയും വേദനയും നിസ്സഹായതയും കൊണ്ട് കേഴുന്ന ജോണിന്റെ നിലവിളി അന്താരാഷ്ട്ര സമൂഹം കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കുകയാണോ? പ്രതിഷേധിക്കാനും ഇടപെടാനും ആരുമില്ലാതെ നീതിക്കായി ആ രോദനം ശേഷിക്കുന്നു. അതേസമയം നൈജീരിയയിലെ ജോസിനടുത്ത് തീവ്രവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മക്കളുടെയും കൊച്ചുമക്കളുടെയും ഭർത്താവിന്റെയും മൃതശരീരങ്ങൾ അടുക്കിയിട്ടിരിക്കുന്ന മുറിയിൽ ഒരമ്മ ഉയർത്തുന്ന നിലവിളിയാണ് ലോകം കാണാതെ പോയ മറ്റൊരു ഹൃദയഭേദക ദൃശ്യം. ഗർഭിണിയായ ഭാര്യയും മകനും സഹോദരങ്ങളും പിതാവും ഉൾപ്പെട്ട കുടുംബത്തിലെ 8 പേരെയും തക്ബീർ വിളികളോടെ എത്തിയ തീവ്രവാദികൾ ഒറ്റ രാത്രി കൊണ്ട് ബൊക്കോസിൽ കൊന്നൊടുക്കിയ ദൃശ്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച യുവാവിന്റെ ദൃശ്യങ്ങളും മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. ബോർണോ സംസ്ഥാനത്തെ എൻഗോഷെ സമൂഹത്തോട് ഇസ്ലാം മതം സ്വീകരിക്കണമെന്നും അല്ലെങ്കിൽ തുടർച്ചയായ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമെന്നും ബൊക്കോ ഹറാം മുന്നറിയിപ്പ് നൽകുന്ന വീഡിയോയും പുറത്തുവന്നിട്ടുണ്ട്. ഇത് നൈജീരിയൻ ക്രൈസ്തവർ അനുദിനം നേരിടുന്ന ക്രൂര യാഥാർത്ഥ്യങ്ങളാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾ തട്ടിക്കൊണ്ടു പോകപ്പെടുന്നു. അനുദിന ജോലികൾക്ക് പുറപ്പെടുന്നവർ കൊല്ലപ്പെടുന്നു. എന്തിന്? രാത്രി കിടന്നുറങ്ങുന്നവർ പോലും ആടുകളെപ്പോലെ അറക്കപ്പെടുന്നു. ഗർഭിണികൾ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, വൃദ്ധർ, യുവാക്കൾ എല്ലാവരും. ക്രൈസ്തവരെ തുടച്ചു നീക്കാനുള്ള ഈ ഇസ്ലാമിക തീവ്രവാദ ആക്രമണങ്ങൾക്കെതിരെ സ്വരമുയർത്താൻ തയ്യാറാകാം. ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നവരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കാം. പരീക്ഷണങ്ങളിൽ ധീരതയോടെ ഉറച്ചു നിൽക്കുന്നതിനായി നൈജീരിയൻ ക്രൈസ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.